ഹലോ അയ്യാ കൈയിടിച്ച് യോ ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് ലോങ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും, മാസത്തിൽ ഒരിക്കലും, ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഇടണമെന്ന് ആഗ്രഹം. നേരത്തെ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുമായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, കൊഞ്ചം ഭയങ്കര മടി പോലാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് കുറേ വർക്കൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ അതിനകത്ത് അങ്ങനെ ആയിപ്പോവും. പിന്നെ നമുക്കൊരു കറക്റ്റ് വർക്ക് പ്ലേസ്, ഒരു വർക്കിംഗ് ഏരിയ കൂടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് പോട്ടെന്നങ്ങ് വിചാരിച്ചിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയും കുഞ്ഞും ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അവർ വന്നതുകൊണ്ട് അവരെന്തായാലും വീട്ടിലോട്ട് എന്തായാലും വരും, കുറച്ച് നാൾ ഇവിടെ നിൽക്കും. അപ്പം ആ ഒരു മുറിയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഈ ഒരു മുറിയിലേക്ക് മാറ്റാൻ വേണ്ടി പോകാട്ടോ. ഒരു ക്ലീനിങ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ മുറിയിലാണ് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ, എല്ലാ മുറികളിലും എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. ഇനി ഒരു കറക്റ്റ് ഒരു റൂം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ജ്വല്ലറി മെക്കിന് മാത്രമായിട്ട്. അപ്പം ഈ ഒരു മുറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അമ്മച്ചിയുടെ മുറിയാട്ടോ, അമ്മച്ചി ഉപയോഗിച്ചിട്ടുണ്ടെന്ന മുറിയായിരുന്നു. ഈ ഒരു മുറി അങ്ങ് നമ്മൾ വർക്ക് പ്ലേസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു മുറി ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം വെട്ടവും ഉണ്ട്, അതുപോലെ തന്നെ വെട്ടമുള്ളതിന് വെട്ടമുണ്ട്, അത്യാവശ്യം ഇരുട്ടുള്ളൊരു മുറിയാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റൂമായിട്ട് എനിക്ക് തോന്നി. മേളത്തെ റൂമിനാണെങ്കിലും ആ ഒരു പറ്റത്തില്ല. ഈ ഒരു റൂം ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു റൂമാണെങ്കിലും വർക്ക് പ്ലേസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത്യാവശ്യം ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അലമാരകളും അതുപോലെ തന്നെ സ്റ്റോക്കൊക്കെ അടുക്കി വെക്കാനുള്ള ഷെൽഫും എല്ലാം ഉണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു മുറി അങ്ങ് എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് അമ്മ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പം എനിക്കിവിടെ അറിയണമല്ലോ സാധനങ്ങളൊക്കെ എവിടെ എടുത്ത് വെക്കുന്നതെന്നുള്ളത്. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു ചൂടുവെള്ളമാട്ടോ രാവിലെ കുടിക്കുന്നത്. നല്ല നല്ല ഒത്തിരി ചൂടല്ല, ഇളം ചൂടുവെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. ചായ അങ്ങ് കട്ട് ചെയ്തിട്ട്, ചായയും കാപ്പിയും എല്ലാം കട്ട് ചെയ്ത്, ചായ ഞാൻ വൈകിട്ട് മാത്രമേ കുറച്ച് ലൈറ്റായിട്ടുള്ള മധുരത്തിൽ മാത്രം കുടിക്കും. പിന്നെ ബാക്കിയെല്ലാം ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ക്ലീനിങ് വ്ളോഗാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ വർക്ക് പ്ലേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഫുൾ സാധനങ്ങളാണ്. ഇനി ഇതെല്ലാം സെപ്പറേറ്റ് ബോക്സുകളൊക്കെ ആക്കി മാറ്റണം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേബിളാണ്. ആ ടേബിൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ആ ബോക്സിനകത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മെറ്റീരിയൽസ് എല്ലാം ഇപ്പം ട്രഡീഷണൽ ജ്വല്ലറി ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഒരു ബോക്സിൽ, ബീഡ്സ് എല്ലാം ഒരു ബോക്സിൽ, അങ്ങനെ ബട്ടൺസ്, കമ്മലിൻ്റെ സ്റ്റഡ് ഉണ്ടാക്കുന്നതിൽ ഒരു ബോക്സിൽ, ചിലങ്ക ഒരു ബോക്സിൽ. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ ഒരു മാലയുടെ ഓർഡർ കൂടെ എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനി ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്കും പിക്ക് ഇടാമെന്നാണ് കസ്റ്റമർ ചേച്ചിയോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്ലീനിങ് ബ്ലോഗിലേക്ക്. ഈ ഒരു കണ്ണാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റേ നമ്മൾ പണ്ട് തുടങ്ങിയ സമയത്ത് ക്രിസ്മസിൻ്റെ ആ ഒരു സ്പെക്സ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ ക്രിസ്മസ് പപ്പയുടെ സ്പെക്സ്. അതാ കേട്ടോ. അത് കുഞ്ഞു വന്നപ്പോഴത്തേക്കും അതെല്ലാം ഇങ്ങനെ ഇളക്കിക്കളഞ്ഞ് അതിൻ്റെ ആ ഒരു കണ്ണാടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനിയും പാക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഈ ഒരു മുറിയിലാണ്, അതായത് ഡൈനിങ് റൂമിലാണ് ഞാനിപ്പം സ്റ്റോക്കെല്ലാം ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചിരിക്കുന്നത്. അതെല്ലാം ഇനി നമ്മൾ മറ്റേ റൂമിലോട്ട് ഇനി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊക്കെ നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ആട്ടോ. ഈ ഒരു ബുക്ക് ഞാൻ വായിക്കണം വിചാരിച്ച് ഇത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ വായിച്ചതേ ഇല്ല, വായിക്കണം. അപ്പം നമ്മുടെ സ്റ്റോക്കെല്ലാം ഇരിക്കുന്നതാണ്ട് ഇവിടെ ആട്ടോ. കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ, എല്ലാം വരുന്ന അപ്പം അനുസരിച്ചെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കുറച്ച് സ്റ്റോക്കേ എടുത്ത് വെക്കാറുള്ളൂ. പിന്നെ ഇത് നമ്മുടെ പുതിയൊരു മാലയാട്ടോ. ഞാൻ ഡിസ്പ്ലേ ഇട്ടില്ല, ഇടണം ഇനി. കുറച്ചുകൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അപ്പോൾ അതിന് ഇടണം ഇനി. പിന്നെ ഇതിനകത്തെല്ലാം നമുക്കിനി സ്റ്റോക്കെല്ലാം നമുക്കിനി അടുക്കി വെക്കണം. ഇതിനകത്തുള്ളതെല്ലാം മാറ്റിയിട്ട് സ്റ്റോക്കെല്ലാം നമുക്കിനി അടുക്കി വെക്കണം. നമ്മൾ സ്റ്റോക്ക് വെക്കാൻ പോകുന്ന റൂമിൻ്റെ അവസ്ഥയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ലൈറ്റ് എന്ത് ചെയ്യും? ഇവിടെ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫാനുണ്ട്. പിന്നെ മെയിനായിട്ടും അവിടെയാണ് ഒരു ലൈറ്റ് ഉള്ളത്. അത്യാവശ്യം ഇനി ഇവിടെയും കൂടെ ഒരു ലൈറ്റ് ഇനി വെക്കണമെന്ന് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. പണ്ട് എങ്ങനെയാണോ അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ റൂമിൽ ഇരുന്ന് അതുപോലെ തന്നെ ആട്ടോ ഇരിക്കുന്നത്. പിന്നെ വേറെ താഴെ ഒരു ലൈറ്റ് ഉണ്ട്, അതൊക്കെ ഉള്ളൂ. പിന്നെ ഒരു പ്ലഗും ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡൊക്കെ താണ്ട് ഇപ്പോൾ ഇവിടെ ആട്ടോ ഇരിക്കുന്നത്. അപ്പം അമ്മ ടേബിളൊക്കെ സെറ്റാക്കി. ഇനി ഈ ഒരു കട്ടിലയിലൊക്കെ ആണെങ്കിൽ മെത്ത 2 ഇവിടെ കിടപ്പുണ്ട്, അതൊക്കെ ഇനി മാറ്റണം. പിന്നെ കുറച്ച് അലുകുലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതൊക്കെ ഇനി മാറ്റി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് അപ്പുറത്തെ ഇനി ചെയ്യണം, ഇവിടെ അതുപോലെ തന്നെ സംഭവം ചെയ്യണം. ഇനിയല്ല കണ്ടോ, ഇത്രയും അമ്മ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിനകത്ത് ഇതെല്ലാം നമുക്കിനി ഒഴിക്കണം. ഈ പാട്ടകളെല്ലാം നമുക്കിനി ഒഴിക്കണം. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച കുറച്ച് ബ്രേസ്ലെറ്റ്സും അതൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അതാണ്, ഇതെല്ലാം നമുക്കിനി മാറ്റണം. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഒരു സംഭവം കൂടെ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, ബ്ലാക്കോ വൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം.
ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് അലുകുലത്തൊക്കെ തുണികളും ഒക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച ബാഗുകളൊക്കെ ഇവിടെ ആട്ടോ വെച്ചിരിക്കുന്നത്. അതെല്ലാം ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ പഴയ ഇതൊക്കെ ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഷെൽഫൊക്കെയാണ്, പണ്ടത്തെ ഷെൽഫാട്ടോ ഇതൊക്കെ, പഴയ പഴയ പണ്ടത്തെ ഷെൽഫുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇനി ഒഴിക്കണം. എൻ്റെ ബാഗാട്ടോ ഇത്. എങ്ങനെയുണ്ട്, സ്റ്റൈലല്ലേ? മറ്റേ ലാപ്ടോപ്പിൻ്റെ ബാഗാട്ടോ ഇത്. പിന്നെ നമ്മുടെ യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞേക്കുന്ന പഴയ നമ്മുടെ മറ്റേ മണിയടിക്കുന്ന ടൈപ്പ് ഇതുണ്ടല്ലോ, ക്ലോക്ക് ഉണ്ടല്ലോ, അതാട്ടോ. അതിങ്ങനെ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റാൻഡ്. അതിന് മറ്റേ സ്റ്റാൻഡിനെ ഇവിടെ കൊണ്ടുവരണം. മറ്റേ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഏതാ റിംഗ് ലൈറ്റ് ഇല്ലാത്ത സ്റ്റാൻഡ്, അതും ഇനി ഇവിടെ കൊണ്ടുവരണം. ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ടേബിൾ അങ്ങ് മാറ്റിയിട്ട് അപ്പുറത്തൊരു വേറൊരു ടേബിൾ ഇരിപ്പുണ്ട്. ആ ടേബിൾ ഇവിടെ കൊണ്ടുവന്നിടണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് പ്ലേസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അടുക്കി വെക്കും. എനിക്കങ്ങനെ അധികം സ്റ്റോക്കൊന്നും ഇല്ല കേട്ടോ. കാരണം ഇടുന്ന അനുസരിച്ച് നമുക്ക് അപ്പം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആൾക്കാർ എൻക്വയറി ചെയ്ത് സെയിൽ നടക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഇപ്പം എനിക്ക് സീസണൊക്കെ അടുത്ത് വരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു, അറിയില്ല. പിന്നെ ഇതുപോലത്തെ ഒരു വേസ്റ്റ് കൊട്ടയും കൂടെ വെക്കണം. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ അമ്മയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് ഞാനും ഇവിടെ ഇനി ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ടേബിളെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് മറ്റേ ചേച്ചിയുടെ വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചേച്ചി കുറേ നാളായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. കുറച്ച് ടൈമും ഇല്ലായിരുന്നു, പിന്നെ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്കും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം, ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമായിരിക്കും. കാരണം മഴ ഇവിടെ പെയ്യുന്നുണ്ട്. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടുള്ളതുകൊണ്ട് അതേലാണ് വന്ന് വെള്ളം വീഴുന്നതൊക്കെ. അപ്പോൾ അത് തെറിക്കുമ്പോഴത്തേക്കും ഒരു സൗണ്ട് ഇങ്ങനെ വരുമല്ലോ ഇങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ അടുക്കി പറക്കി വെക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം നല്ല സെയിൽ നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അറിയില്ല, നമുക്കെല്ലാം ഒരു പ്രതീക്ഷ, എല്ലാം ഒരു ഹോപ്പാണല്ലോ, നടക്കുമെന്നുള്ളൊരു ഹോപ്പാണല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ ഈ ഫ്രണ്ടിലത്തെ ആ ഒരു ടേബിൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. എന്നിട്ട് വേണം എനിക്ക് മറ്റേ ആ കസ്റ്റമർ ചേച്ചിയുടെ വർക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ചേച്ചി കുറേ നാളായിട്ട് എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഒരു മാല ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ഒന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഓർഡർ എടുക്കാൻ. ഇപ്പോൾ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. ബൈ.